വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ 5ാമത്തെ അധ്യായമായ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ എന്നതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ എന്താണ് സെൻട്രൽ ടെൻഡൻസി, എന്താണ് കേന്ദ്രീയ പ്രവണത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സെൻട്രൽ ടെൻഡൻസിയെ വിളിക്കുന്ന മറ്റൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്ന് മനസ്സിലായിക്കോളും. സെൻട്രൽ ടെൻഡൻസിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആവറേജ്. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ? ശരാശരി. അപ്പോൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്നാണ്, ശരാശരി എന്നതാണ് സെൻട്രൽ ടെൻഡൻസിന്റെ മലയാളം. അപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആവറേജ് കണ്ടുപിടിക്കാനുള്ള രീതികൾ, ശരാശരി കണ്ടുപിടിക്കാനുള്ള രീതികളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ മെഷേഴ്സ് ഓഫ് ആവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരാശരി കണ്ടുപിടിക്കാനുള്ള, ആവറേജ് കണ്ടുപിടിക്കാനുള്ള, സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാനുള്ള 3 രീതികളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടുള്ളത്. ശരാശരി കണ്ടുപിടിക്കാൻ, സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. 1 അരിതമാറ്റിക് മീൻ, 2 മീഡിയൻ, 3 മോഡ്. ഈ 3 മെത്തേഡുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും ആവറേജ് അഥവാ സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. 1 അരിതമാറ്റിക് മീൻ, 2 മീഡിയൻ, 3 മോഡ്. അപ്പൊ അരിതമാറ്റിക് മീനിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അരിതമാറ്റിക് മീനിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മീൻ അഥവാ എക്സ് ബാർ എന്ന പേരിലൊക്കെ അരിതമാറ്റിക് മീൻ ഡിനോട്ട് ചെയ്യും. അപ്പൊ എക്സ് ബാർ എന്ന പേരിലും അരിതമാറ്റിക് മീൻ ഡിനോട്ട് ചെയ്യും. അരിതമാറ്റിക് മീൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ 3 സീരീസിൽ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും 3 സീരീസ് ആണുള്ളത്. 1 ഇൻഡിവിജ്വൽ സീരീസ്, 2 ഡിസ്ക്രീറ്റ് സീരീസ്, 3 കണ്ടിന്യൂസ് സീരീസ്. ഈ 3 സീരീസിലും നമുക്ക് എന്ത് കണ്ടെത്തണം? അരിതമാറ്റിക് മീൻ അഥവാ മീൻ അഥവാ എക്സ് ബാർ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അരിതമാറ്റിക് മീന് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും 3 രീതികളാണ് ഉപയോഗിക്കുന്നത്. 1 ഡയറക്റ്റ് മെത്തേഡ്, പ്രത്യക്ഷ രീതി, 2 അസ്യൂംഡ് മീൻ മെത്തേഡ്, സങ്കല്പമാദ്യ രീതി, 3 സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, സ്റ്റെപ്പ് വ്യതിചലന രീതി. അപ്പോൾ അരിതമാറ്റിക് മീൻ അഥവാ എക്സ് ബാർ കണ്ടെത്താൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 മെത്തേഡാണ് ഉള്ളത്. 1 ഡയറക്റ്റ് മെത്തേഡ്, പ്രത്യക്ഷ രീതി, 2 അസ്യൂംഡ് മീൻ മെത്തേഡ്, സങ്കല്പമാദ്യ രീതി, 3 സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, സ്റ്റെപ്പ് വ്യതിചലന രീതി. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ ഡയറക്റ്റ് മെത്തേഡിനെ പറ്റിയും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെയാണ് നമുക്ക് അരിതമാറ്റിക് മീൻ അഥവാ എക്സ് ബാർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും നമുക്ക് എന്ത് കണ്ടെത്താം? നമുക്ക് അരിതമാറ്റിക് മീൻ കണ്ടെത്താം. ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് കിട്ടുന്ന ആവറേജ് അഥവാ അരിതമാറ്റിക് മീന് ഈക്വൽ ആയിരിക്കും എന്നതാണ്. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും നമ്മൾ കണ്ടെത്തി കിട്ടുന്ന അരിതമാറ്റിക് മീനിന്റെ വാല്യൂ നമുക്ക് ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുക എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ 2 രീതിയാണുള്ളത്. 1 ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് അസ്യൂംഡ് മീൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ അഥവാ എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇത് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്.
ഇനി അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും എങ്ങനെയാണ് അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയാണുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് കഴിഞ്ഞാൽ വരുന്ന രണ്ടാമത്തെ സീരീസ് എന്താ? ഡിസ്ക്രീറ്റ് സീരീസ് അഥവാ അസന്തത ശ്രേണി. ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഇക്വേഷൻ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് കഴിഞ്ഞ വരുന്ന സീരീസ് എന്താ? കണ്ടിന്യൂസ് സീരീസ്, സന്തത ശ്രേണി. കണ്ടിന്യൂസ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും എങ്ങനെയാണ് അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം കണ്ടിന്യൂസ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരമുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും അരിതമാറ്റിക് മീൻ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെയാണ് നമുക്ക് അരിതമാറ്റിക് മീൻ കണ്ടെത്തുക എന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലവും അതിൻ്റെ ആൻസറും നമുക്ക് ഇനി ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീന് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ സീരീസിൽ നിന്ന് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ നിന്ന് അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ നിന്ന് എക്സ് ബാർ അഥവാ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇനി എന്താണ് സിഗ്മ എക്സ്, എന്താണ് എൻ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സിഗ്മ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ തന്നിട്ടുള്ള ഡാറ്റയുടെ സംഖ്യകളുടെ ടോട്ടലാണ് സിഗ്മ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ സീരീസിൽ വേജസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ വേജസ് എന്ന് പറയുന്ന കോളത്തിലെ സംഖ്യകളുടെ ടോട്ടലാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിഗ്മ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഐറ്റം, നമുക്ക് എത്ര സംഖ്യകൾ തന്നിട്ടുണ്ട് എന്നതാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പൊ അതാണ് സിഗ്മ എക്സ് എൻ. ഇനി നമുക്ക് സിഗ്മ എക്സ് കണ്ടുപിടിച്ച് നോക്കാം. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചോദ്യത്തിൽ വേജസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ ആണ് സിഗ്മ എക്സ്.
അപ്പൊ സിഗ്മ എക്സ് എങ്ങനെ കാണുക? ഈ 120 കൂട്ടണം, 150 കൂട്ടണം, 180, 200, 250, 300, 220, 350, 370, 260 ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഈ വേജസ് കോളത്തിലെ സംഖ്യകളൊക്കെ കൂട്ടിയാൽ നമുക്ക് 2400 എന്ന് കിട്ടും. 2400. അപ്പൊ സിഗ്മ എക്സ് എത്ര കിട്ടി? 2400 എന്ന് കിട്ടി. ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ എണ്ണത്തിനെയാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 10 ആണ് n എന്ന് പറയുന്നത്. സിഗ്മ എക്സ് നമുക്ക് എത്ര കിട്ടി? 2400 എന്ന് കിട്ടി. 2400 എന്ന് കിട്ടി സിഗ്മ എക്സ്. n എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തൂടെ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ n എന്നല്ലേ? അപ്പൊ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 2400 ഡിവൈഡഡ് ബൈ 10. 2400നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എക്സ് ബാർ എത്ര കിട്ടും? എക്സ് ബാർ 240 എന്ന് കിട്ടും. 240 എന്ന് കിട്ടും. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ എക്സ് ബാർ അഥവാ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കുക. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ n. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നിട്ടുള്ള ഇൻഡിവിജ്വൽ സീരീസിലെ വാല്യൂസിന്റെ ടോട്ടൽ ആണ് സിഗ്മ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. n എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് എത്ര സംഖ്യകളാണ് തന്നിട്ടുള്ളത്, ആ സംഖ്യകളുടെ എണ്ണമാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിഗ്മ എക്സ് എന്ന് പറയുന്നത് വേജസ് കോളത്തിന്റെ ടോട്ടൽ ആണ്. n എന്ന് പറയുന്നത് വേജസ് കോളത്തിൽ തന്നിട്ടുള്ള സംഖ്യകളുടെ എണ്ണമാണ്. സിഗ്മ എക്സ് നമുക്ക് 2400 എന്ന് കിട്ടി. ഈ വേജസ് കോളം കൂട്ടിയപ്പോൾ നമുക്ക് 2400 എന്ന് കിട്ടി. n എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നിട്ടുള്ള സംഖ്യകൾ 10 ആണ്. അപ്പൊ n 10. 2400നെ 10 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 240 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എക്സ് ബാർ എത്ര കിട്ടി? 240 എന്ന് കിട്ടി. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 240 ആണ്. ഇനി ഇൻഡിവിജ്വൽ സീരീസിൽ ഒരു മെത്തേഡും കൂടി ഉണ്ടല്ലോ. ഏതാണത്? അസ്യൂംഡ് മീൻ മെത്തേഡ്, സങ്കല്പ മാതി രീതി. അപ്പൊ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമുക്ക് എക്സ് ബാർ കണ്ടെത്തുക? അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം എക്സ് ബാർ അഥവാ മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ n എന്നാണ് ഇക്വേഷൻ. അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ n എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് എക്സ് ബാർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. അപ്പൊ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ എക്സ് ബാർ കണ്ടെത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടേക്ക് ആൻ അസ്യൂംഡ് മീൻ ഓർ എ ഫ്രം ദ ഡാറ്റ. നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഡാറ്റയിൽ നിന്ന്, വേജസ് എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റയിൽ നിന്ന് സങ്കല്പിച്ചിട്ടൊരു സംഖ്യ എടുക്കുക. അതാണ് എന്ത്? എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു സംഖ്യ തെരഞ്ഞെടുക്കുക. വേജസ് കോളത്തിൽ ഒരു ഇഷ്ടപ്പെട്ട സംഖ്യ തെരഞ്ഞെടുക്കുക. അതാണ് ഈ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എന്നിലെ എ എന്ന് പറയുന്നത് എന്താണ്? ഈ വേജസ് കോളത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സംഖ്യ. തൽക്കാലത്തിന് ഞാനിവിടെ 120 എടുത്തു. അപ്പൊ ഇവിടെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 120. എനിക്ക് ഏത് സംഖ്യകൾ വേണമെങ്കിലും എടുക്കാം. 150 എടുക്കാം, 260 എടുക്കാം. തൽക്കാലത്തിന് ഞാൻ 120 എന്ന് എടുത്തു. അപ്പൊ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് 120 എടുത്തു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് ഡി ഓർ ഡീവിയേഷൻ. ഡീവിയേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഡി എങ്ങനെ കാണാം? ഡി സമം എക്സ് മൈനസ് എ എന്നാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇനി ഡി ആണ് കണ്ടെത്താൻ. ഡി കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ എന്നാണ് ഇക്വേഷൻ. ഡി സമം എക്സ് മൈനസ് എ. എക്സ് എന്ന് പറയുന്നത് വേജസ് കോളത്തിലെ ഓരോ സംഖ്യകളാണ്. എ എന്ന് പറയുന്നത് നമ്മളിപ്പോ തെരഞ്ഞെടുത്തു 120 ആണ്. അപ്പോ ഡി എങ്ങനെ കണ്ടെത്തുക? ഡി സമം എക്സ് മൈനസ് എ എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളുടെ കോളമാണ്. ഈ സംഖ്യകളിലെ ഈ ഒരു കോളത്തിലെ സംഖ്യകളാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡി എങ്ങനെ? ആദ്യത്തെ ഡി എങ്ങനെ കാണും? 120 മൈനസ് എ. എ എന്ന് പറയുന്നത് 120 ആണ്. അപ്പൊ 120 മൈനസ് 120 എത്രയാണ്? 0 ആണ്. അടുത്തത് എങ്ങനെ വരിക? 150 മൈനസ് എ. 120 ആണ്. എ എന്ന് പറയുന്നത് 120 നമ്മൾ എടുത്തത്. 150 120 കുറച്ചാൽ എത്രയാണ്? 30. ഓക്കെ, 30 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരിക? 180 മൈനസ് 120 എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പൊ ഈ കോളത്തിലെ സംഖ്യകളിൽ നിന്ന് 120 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. അപ്പൊ അടുത്തത് എങ്ങനെ വരിക? 200 മൈനസ് 120 സമം
80. അടുത്തത് എങ്ങനെ വരും? 250 മൈനസ് 120 എത്ര കിട്ടും? 130 എന്ന് കിട്ടും. അടുത്തതോ 300 മൈനസ് 120 സമം 180 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരും? 220 മൈനസ് 120 സമം 100 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരും? 350 മൈനസ് 120 സമം 230. അടുത്തതോ 370 മൈനസ് 120 സമം 250. അടുത്തത് എങ്ങനെ വരും? 260 മൈനസ് 120 സമം 140. ഇപ്പൊ നമുക്ക് എന്താ കിട്ടി? ഡി കിട്ടി, ഡീവിയേഷൻ കിട്ടി. ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡി സമം എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫൈൻഡ് ഔട്ട് ഡി സമം എക്സ് മൈനസ് എ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ഡി കണ്ടെത്തി കഴിഞ്ഞു. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് സിഗ്മ ഡി. സിഗ്മ ഡി കണ്ടെത്താനാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടോട്ടൽ എന്നാണ്. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി കോളത്തിന്റെ ടോട്ടൽ. ഈ കോളത്തിലെ നമുക്കിപ്പോ കിട്ടിയ ഡിന്റെ സംഖ്യകളൊക്കെ കൂട്ടുക. അതായത് 0, 30, 60, 80, 130, 180, 100, 230, 250, 140 ഇത് കൂട്ടിയാൽ കിട്ടുന്നതാണ് സിഗ്മ ഡി. അപ്പോ സിഗ്മ ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് ഈ കോളത്തിലെ ഡി കോളത്തിലെ സംഖ്യകളൊക്കെ കൂട്ടിയാൽ നമുക്ക് 1200 എന്ന് കിട്ടും. 1200 എന്ന് കിട്ടും. അപ്പൊ സിഗ്മ ഡി നമുക്ക് എന്ത് കിട്ടി? 1200 എന്ന് കിട്ടി. സിഗ്മ ഡി സമം 1200. അപ്പോ ഇനി എന്താ? നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞു. സിഗ്മ ഡി കണ്ടെത്തി. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? n കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ എണ്ണം. അത് 10 ആണെന്ന് നമ്മൾ നേരത്തെ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. n 10 ആണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താ? അപ്ലൈ ദ ഫോർമുല. നമ്മളോട് ഫോർമുല അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എ കണ്ടെത്തി, സിഗ്മ ഡി കണ്ടെത്തി, n കണ്ടെത്തി. ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ പോരെ. അതായത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 പ്ലസ് സിഗ്മ ഡി നമ്മളിപ്പോ കണ്ടെത്തി കഴിഞ്ഞു. എത്രയാണ്? 1200 ഹരിക്കണം n 10 ആണ്. അതായത് എക്സ് ബാർ ഈക്വൽ ടു 120 പ്ലസ് 1200 ഹരിക്കണം 10. ആദ്യം നമുക്കറിയാം, ആദ്യം അരിക്കലാണ് ചെയ്യല്. അരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടൽ. അപ്പൊ 1200നെ 10 കൊണ്ട് അരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. അപ്പോ 120 പ്ലസ് 120 എന്ന് കിട്ടും. അപ്പോ അവസാനമായിട്ട് നമുക്ക് എക്സ് ബാർ എത്ര കിട്ടും? എക്സ് ബാർ ഈക്വൽ ടു 120 120 കൂട്ടിയാൽ എത്രയാണ്? 240. അപ്പോ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും നമുക്ക് എത്ര കിട്ടി? അരിതമാറ്റിക് മീന് 240 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും നമുക്ക് അരിതമാറ്റിക് മീന് കിട്ടുന്നത് തുല്യമായിരിക്കും. അതിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കിട്ടുന്ന അരിതമാറ്റിക് മീനും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഉപയോഗിച്ച് കിട്ടുന്ന അരിതമാറ്റിക് മീനിന്റെ വാല്യൂ ഒക്കെ ഈക്വൽ ആയിരിക്കും എന്നതാണ്. അപ്പൊ ഈക്വൽ ആയിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിലെ ഡയറക്റ്റ് മെത്തേഡും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കുക. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ അരിതമാറ്റിക് മീൻ എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും എങ്ങനെയാണ് ഈ ഒരു ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കുക എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും ഡിസ്ക്രീറ്റ് സീരീസിലെ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 കോളം തന്നിട്ടുണ്ട്. എക്സ് കോളം തന്നിട്ടുണ്ട്, എഫ് കോളം തന്നിട്ടുണ്ട്.
നമ്മളുടെ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻ ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം. ആ സ്റ്റെപ്പുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഫൈൻഡ് ഔട്ട് എഫ് എക്സ് ഓർ എഫ് ഇൻറ്റു എക്സ്. എഫ് ഇൻറ്റു എക്സ് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് എഫ് എക്സ്. എഫ് എക്സ് കണ്ടുപിടിക്കലാണ് നമ്മൾ ആദ്യത്തെ ചെയ്യേണ്ട പരിപാടി. എഫ് എക്സ് അഥവാ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇൻറ്റു എക്സ് എന്നാണ് എഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ആദ്യം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എഫ് ഇൻറ്റു എക്സ് എന്നാണ് എഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫ് ഇൻറ്റു എക്സ് അതായത് ഈ ഫ്രീക്വൻസി കോളത്തിലെ വാല്യൂ ഇൻറ്റു എക്സ് കോളത്തിലെ വാല്യൂ. അതായത് 2 ഇൻറ്റു 1200 സമം 2400. അടുത്തത് എങ്ങനെ വരിക? 10 ഇൻറ്റു 1500 സമം 15000. അടുത്തത് എങ്ങനെ വരിക? 15 ഇൻറ്റു 1800. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 27000 എന്ന് കിട്ടും. 27000 കിട്ടും. അടുത്ത എങ്ങനെയാണ്? 7 ഇൻറ്റു 2000 14000 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ ചെയ്യാം? 5 ഇൻറ്റു 2300 11500 എന്ന് കിട്ടും. അടുത്തത് 4 ഇൻറ്റു 2600 10400 എന്ന് കിട്ടും. അടുത്തത് 3 ഇൻറ്റു 3400 10200 എന്ന് കിട്ടും. അടുത്തത് 3 ഇൻറ്റു 4200 12600 എന്ന് കിട്ടും. അടുത്തത് 1 ഇൻറ്റു 5000 അതായത് 5000 തന്നെ. ഇപ്പൊ നമ്മൾ എന്താ കണ്ടെത്തി? എഫ് എക്സ് കണ്ടെത്തി, എഫ് ഇൻറ്റു എക്സ് കണ്ടെത്തി. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അസ്യൂംഡ് അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക അല്ലെ? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എക്സ് കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. എഫ് എക്സ് കോളത്തിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ ഒക്കെ ആഡ് ചെയ്യുക. അതായത് 2400 15000 27000 14000 11500 11400 11200 12600 5000 കൂട്ടിയ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് സിഗ്മ എഫ് എക്സ്. അപ്പൊ സിഗ്മ എഫ് എക്സ് ഇങ്ങനെ ഈ എഫ് എക്സ് കോളത്തിലെ വാല്യൂ നമുക്ക് കൂട്ടിയാൽ നമുക്ക് 1,80,100 എന്ന് കിട്ടും. 1,80,100 ആണ് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് നമുക്ക് എത്ര കിട്ടി? 1,80,100 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ്. സിഗ്മ എഫ് കണ്ടുപിടിക്കുക എന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫ് കോളത്തിന്റെ ടോട്ടൽ. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫ് കോളത്തിന്റെ ടോട്ടൽ. അതായത് 2 കൂട്ടണം 10 കൂട്ടണം 15 കൂട്ടണം 7 കൂട്ടണം 5 കൂട്ടണം 4 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 1. അപ്പോൾ സിഗ്മ എഫ് നമുക്ക് ഈ എഫ് കോളത്തിലെ സംഖ്യ കൂട്ടിയാൽ നമുക്ക് 50 എന്ന് കിട്ടും. സിഗ്മ എഫ് നമുക്ക് എത്ര കിട്ടി? സിഗ്മ എഫ് 50 എന്ന് കിട്ടി. സിഗ്മ എഫ് 50 എന്ന് കിട്ടും. ഇപ്പോ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടുപിടിക്കാനുള്ള സിഗ്മ എഫ് എക്സും കിട്ടി, സിഗ്മ എഫും കിട്ടി. ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ പോരെ? നമുക്കറിയാം ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ്. സിഗ്മ എഫ് എക്സും സിഗ്മ എഫും നമ്മളിപ്പോ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നേരിട്ട് ഈ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് നമുക്ക് എത്ര കിട്ടി? 1,80,100 എന്ന് കിട്ടി. 1,80,100 സിഗ്മ എഫ് കൊണ്ട് 50 കൊണ്ട് ഹരിക്കുക. 1,80,100 50 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2162 എന്ന് കിട്ടും. 2162. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ എത്ര കിട്ടി? എക്സ് ബാർ എത്ര കിട്ടി? 2162. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ 2 മെത്തേഡ് ഉണ്ടല്ലോ. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അസ്യൂംഡ് മീൻ മെത്തേഡ് ഉണ്ട്.
അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിലെ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ സിഗ്മ എഫ്. അപ്പൊ ഇതില് ഈ ഒരു അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് അസ്യൂംഡ് മീൻ ഓർ എ. നമ്മളോട് അസ്യൂംഡ് മീൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സങ്കല്പമാദ്യം കണ്ടെത്താൻ, അതായത് എക്സ് കോളത്തിൽ നിന്നും സങ്കല്പിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. ഞാൻ തൽക്കാലം ഈ എക്സ് കോളത്തിൽ നിന്നും അസ്യൂംഡ് മീനായിട്ട് 1200 എന്ന് തിരഞ്ഞെടുത്തു. 1200 അസ്യൂംഡ് മീൻ. ഞാൻ ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് എത്ര എടുത്തു? എ 1200 എന്നെടുത്തു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എ കണ്ടെത്തി, അസ്യൂംഡ് മീൻ കണ്ടെത്തി. ഏതെങ്കിലും ഒരു സംഖ്യ എക്സ് കോളത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ സെലക്ട് ചെയ്യുക. 1200 ആവണമെന്നില്ല കേട്ടോ. 2300 2600 ഈ എക്സ് കോളത്തിൽ ഏത് സംഖ്യ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാൻ 1200 തിരഞ്ഞെടുത്തു എന്ന് മാത്രം. അപ്പോ എ അസ്യൂംഡ് മീൻ 1200 തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് ഡി ഓർ ഡീവിയേഷൻ. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. ഡി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഡി കണ്ടെത്താനാണ് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡി കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ എന്നാണ്. എക്സ് കോളത്തിലെ വാല്യൂയിൽ നിന്ന് അസ്യൂംഡ് മീൻ മൈനസ് ചെയ്താൽ നമുക്ക് ഡീവിയേഷൻ കിട്ടും, അഥവാ ഡി കിട്ടും. അതായത് എ അസ്യൂംഡ് മീൻ നമ്മൾ 1200 എന്ന് എടുത്തിട്ടുണ്ട്. എ 1200 ആണ് നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഡി എങ്ങനെ കണ്ടെത്തുക? എക്സ് മൈനസ് എ എന്നാണ് ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ. അതായത് 1200 എക്സ് എന്ന് പറഞ്ഞാൽ 1200 മൈനസ് എ 1200. 1200 1200 കുറച്ചാൽ 0 എന്ന് കിട്ടും. അടുത്ത് എങ്ങനെ കാണാം? 1500 മൈനസ് 1200 എത്ര കിട്ടും? നമുക്ക് 300 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ കാണും? 1800 മൈനസ് 1200 ഈക്വൽ ടു 600. അങ്ങനെ ഈ എക്സ് കോളത്തിലെ ഓരോ സംഖ്യയിൽ നിന്നും എന്ത് കുറയ്ക്കുക? അസ്യൂംഡ് മീൻ കുറയ്ക്കുക. അടുത്ത എങ്ങനെ വരിക? 2000 മൈനസ് 1200 ദാറ്റ് ഈസ് ഈക്വൽ ടു 800. അടുത്തത് എങ്ങനെ കിട്ടും? 2300 മൈനസ് 1200 സമം 1100. അടുത്തത് എങ്ങനെ വരിക? 2600 മൈനസ് 1200 സമം 1400. അടുത്തത് എങ്ങനെ വരിക? 3400 മൈനസ് 1200 സമം 2200. അടുത്തത് എങ്ങനെ വരിക? 4200 മൈനസ് 1200 സമം 3000. അടുത്തത് എങ്ങനെ വരിക? 5000 മൈനസ് 1200 സമം 3800. ഇപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തി? ഡി കണ്ടെത്തി. ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം എക്സ് മൈനസ് എ എന്നാണ് ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നമ്മളോട് പറയുന്നത്? ഫൈൻഡ് ഔട്ട് എഫ് ഇൻറ്റു ഡി ഓർ എഫ് ഡി. എഫ് ഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡി എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡി എന്നാണ് എഫ് ഡിന്റെ അർത്ഥം. എഫ് ഇൻറ്റു ഡി, എഫ് കോളം ഗുണിക്കണം ഡി കോളം. എഫ് അതായത് 2 ഇൻറ്റു ഡി കോളം, 2 ഇൻറ്റു 0, 10 ഇൻറ്റു 300, 15 ഇൻറ്റു 600, 7 ഇൻറ്റു 800, 5 ഇൻറ്റു 1100, 4 ഇൻറ്റു 1400, 3 ഇൻറ്റു 2200, 3 ഇൻറ്റു 3000, 1 ഇൻറ്റു 3800. അങ്ങനെ എഫ് ഡി കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തെ എങ്ങനെ വരിക? 2 ഇൻറ്റു 0 സമം 0. ഏത് സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ് കിട്ടുക നമുക്കറിയാം. അടുത്തത് എങ്ങനെ വരിക? 10 ഇൻറ്റു 300. 10 ഇൻറ്റു എഫ് ഇൻറ്റു ഡി, 10 ഇൻറ്റു 300, 3000. അങ്ങനെ ഈ എഫ് കോളത്തിലെ വാല്യൂ ഡി കോളത്തിലെ വാല്യൂ ഗുണിക്കുക. അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് 9000 എന്ന് കിട്ടും. അതിന്റെ താഴെ 5600 എന്ന് കിട്ടും. അതിന്റെ താഴെ നമുക്ക് 5500 എന്ന് കിട്ടും. അതിന്റെ താഴെ 5600 നമുക്ക് വീണ്ടും കിട്ടും. അതിന്റെ താഴെ 6600 എന്ന് കിട്ടും. അതിന്റെ താഴെ 9000 എന്ന് കിട്ടും. അതിന്റെ താഴെ നമുക്ക് 3800 എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ എന്താ കണ്ടെത്തിയത്? എഫ് ഇൻറ്റു ഡി അഥവാ എഫ് ഡി കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് ഡി. സിഗ്മ എഫ് ഡി കണ്ടെത്തുക. അതായത് സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡി കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തുക. സിഗ്മ എഫ് ഡി കണ്ടെത്തുക. എഫ് ഡി കോളത്തിന്റെ ടോട്ടൽ അതായത് 0 കൂട്ടണം 3000 കൂട്ടണം 9000 കൂട്ടണം, ഈ വാല്യൂ ഒക്കെ കൂട്ടുക. എഫ് ഡി കോളത്തിലെ സംഖ്യകളൊക്കെ കൂട്ടി കിട്ടുന്നതാണ് സിഗ്മ എഫ് ഡി. അങ്ങനെ ഈ കോളത്തിലേക്ക് സംഖ്യകൾ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് 48,000
100 എന്ന് കിട്ടും. 48,100, 48,100 എന്ന് കിട്ടും. സിഗ്മ എഫ് ഡി നമുക്ക് 48,100 എന്ന് കിട്ടി. സിഗ്മ എഫ് ഡി ഈക്വൽ ടു 48,100 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ഇനി നോക്കിയേ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ്. സിഗ്മ എഫ് കണ്ടെത്തുക. എഫ് കോളത്തിന്റെ ടോട്ടൽ നമ്മൾ നേരത്തെ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിഗ്മ എഫ് കണ്ടെത്തിയിരുന്ന 50. സിഗ്മ എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര? 50 ആണ്. ഇനി നമ്മളോട് എന്താ പറയുക? അപ്ലൈ ദ ഫോർമുല. നമ്മൾക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ ഒക്കെ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം എക്സ് ബാർ കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ 1200 ആണ്. സിഗ്മ എഫ് ഡി 48,100 ആണ്. സിഗ്മ എഫ് 50 ആണ്. ഇനി നേരിട്ട് നമുക്ക് ആ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ പോലെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എത്രയാണ്? 1200 പ്ലസ് സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് 48,100 ആയിരിക്കണം. സിഗ്മ എഫ് 50. ആദ്യം ഹരിക്കുക. 48,100നെ 50 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1200 പ്ലസ് ഈ 48,100 50 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ, അതായത് 962. 1200ഉം 962ഉം കൂട്ടിയാൽ നമുക്ക് 2162 എന്ന് കിട്ടും. എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 2162 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കിട്ടിയിട്ടുള്ള അരിതമാറ്റിക് മീനിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 2162 തന്നെയാണ്. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്തിയത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും നമ്മൾ അരിതമാറ്റിക് മീൻ കണ്ടെത്തുക. കണ്ടിന്യൂസ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും അരിതമാറ്റിക് മീന് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരവും ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടിന്യൂസ് സീരീസിൽ നിന്ന് നമുക്ക് അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ നിന്നും അരിതമാറ്റിക് മീൻ കണ്ടെത്തി നോക്കാം. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള സ്റ്റെപ്പുകളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് മിഡ് വാല്യൂ, മിഡ് പോയിന്റ് കണ്ടെത്തുക, മധ്യവില കണ്ടെത്തലാണ് ആദ്യത്തെ പരിപാടി. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിതമാറ്റിക് മീൻ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടെത്തുമ്പോൾ ആദ്യത്തെ ചെയ്യുന്ന പരിപാടി എന്താ? ഫൈൻഡ് ഔട്ട് മിഡ് വാല്യൂ ഓർ മിഡ് പോയിന്റ് ഓർ എം. മിഡ് പോയിന്റ് കണ്ടെത്തുക അല്ലെങ്കിൽ മധ്യവില എം കണ്ടെത്തുക. മധ്യവില മിഡ് പോയിന്റ് എങ്ങനെ കാണുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. ഉച്ചപരിധി കൂട്ടണം നീചപരിധി ഹരിക്കണം 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് കിട്ടും. 10 കൂട്ടണം 0 ഹരിക്കണം 2 എത്രയാണ്? 5 ആണ്. അതായത് ഈ സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യ 0ന്റെയും 10ന്റെയും സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 10ന്റെയും 20ന്റെയും മധ്യവില എന്ന് പറയുന്നത് 15 ആണ്. 20ന്റെയും 30ന്റെയും മധ്യവില എന്ന് പറയുന്നത് 25 ആണ്. 30ന്റെയും 40ന്റെയും മധ്യവില എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. 40ന്റെയും 50ന്റെയും മധ്യവില എന്ന് പറയുന്നത് 45 ആണ്. അപ്പൊ മിഡ് പോയിന്റ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. മധ്യവില കണ്ടെത്തി. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഒന്നാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ? ഫൈൻഡ് ഔട്ട് എഫ് ഇൻറ്റു എം ഓർ എഫ് എം. നമ്മളോട് എഫ് ഇൻറ്റു എം അഥവാ എഫ് എം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് എം എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇൻറ്റു എം എന്നാണ് എഫ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫ് കോളം ഫ്രീക്വൻസി കോളം ഇൻറ്റു മിഡ് പോയിന്റ് കോളം, അതായത് 2 ഇൻറ്റു 5 10. അടുത്തത് 3 ഇൻറ്റു 15 സമം 45. അടുത്തത് 8 ഇൻറ്റു 25 സമം 200. അടുത്തത് 2 ഇൻറ്റു 35 സമം 70. അടുത്തത് 5 ഇൻറ്റു 45 സമം 225. അപ്പൊ എഫ് എം കണ്ടെത്തി. എഫ് എം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കോളം ഇൻറ്റു മിഡ് പോയിന്റ് കോളം. 2 ഇൻറ്റു 5 10, 3 ഇൻറ്റു 15 45, 8 ഇൻറ്റു 25 200, 2 ഇൻറ്റു 35 70, 5 ഇൻറ്റു 45 225. അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് എം ആൻഡ് സിഗ്മ എഫ്.
സിഗ്മ എഫ് എം, ഇത് സിഗ്മ എഫ് എം കണ്ടെത്താനും സിഗ്മ എഫ് കണ്ടെത്താനും. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫ് എം കോളത്തിന്റെ ടോട്ടൽ, സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫ് കോളത്തിന്റെ ടോട്ടൽ. അപ്പൊ ആദ്യം നമുക്ക് സിഗ്മ എഫ് എം കണ്ടെത്തി നോക്കാം. സിഗ്മ എഫ് എം എന്ന് പറഞ്ഞാൽ എഫ് എം കോളത്തിന്റെ ടോട്ടൽ 10 കൂട്ടണം 45 കൂട്ടണം 200 കൂട്ടണം 70 കൂട്ടണം 225, അങ്ങനെ അത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 550 എന്ന് കിട്ടും. ഇനി അടുത്തത് സിഗ്മ എഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫ് കോളത്തിന്റെ ടോട്ടൽ 2 കൂട്ടണം 3 കൂട്ടണം 8 കൂട്ടണം 2 കൂട്ടണം 5 സമം 20 എന്ന് കിട്ടും. അപ്പൊ സിഗ്മ എഫ് എം കണ്ടെത്തി, സിഗ്മ എഫ് നമുക്ക് കണ്ടെത്തി. നമുക്ക് ഇക്വേഷൻ ഇനി നേരിട്ട് ആ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ മതി. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എം നമുക്ക് കിട്ടിയത് എത്രയാണ്? 550 ആയിരിക്കണം. സിഗ്മ എഫ് നമുക്ക് 20 എന്ന് കിട്ടി. 550നെ 20 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 550 ഹരിക്കണം 20 സമം 27.5 എന്ന് കിട്ടും. 27.5. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം അരിത്തമാറ്റിക് മീൻ നമുക്ക് എത്ര കിട്ടി? 27.5 എന്ന് കിട്ടി. ഇനി നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഈ ഒരു കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം ഇതിൽ ഈ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? ഫൈൻഡ് ഔട്ട് എ അസ്യൂംഡ് മീൻ ഫ്രം മിഡ് വാല്യൂ. മിഡ് വാല്യൂന്ന് അഥവാ മിഡ് പോയിന്റിൽ നിന്ന് നമ്മളോട് അസ്യൂംഡ് മീൻ അഥവാ എ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മിഡ് വാല്യൂവിലെ ഒരു സംഖ്യയായ 5 എടുക്കുകയാണ്. ഇവിടെ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മിഡ് വാല്യൂവിൽ ഏത് സംഖ്യയും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 5, 15, 25, 35, 45. അപ്പൊ കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മിഡ് വാല്യൂവിലെ ഏറ്റവും ചെറിയ സംഖ്യയായ 5 എ ആയിട്ട് എടുക്കുന്നു. എ ഞാൻ എത്ര എടുത്തു? 5 എന്ന് എടുത്തു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അസ്യൂംഡ് മീൻ കണ്ടെത്തി കഴിഞ്ഞു. സങ്കല്പ സംഖ്യ മിഡ് വാല്യൂ എന്നാണ് സങ്കല്പിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക, അതാണ് എ. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് ഡി. ഡി സമം എം മൈനസ് എ. ഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ട്. ഡി കണ്ടെത്താൻ ഇക്വേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഡി സമം എം മൈനസ് എ എന്നാണ് ഇക്വേഷൻ. എക്സ് മൈനസ് എ എന്നല്ല. ഡി സമം എക്സ് മൈനസ് എ ഡിസ്ക്രീറ്റ് സീരീസിലായിരുന്നു. കണ്ടിന്യൂസ് സീരീസിൽ ഡി കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? ഡി സമം എം മൈനസ് എ. മിഡ് വാല്യൂ എന്നാണ് നമ്മൾ അസ്യൂംഡ് മീൻ കുറയ്ക്കേണ്ടത് ഡി കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഡി എങ്ങനെ കാണാം? മിഡ് വാല്യൂ മൈനസ് അസ്യൂംഡ് മീൻ ആയ 5. എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ആദ്യത്തെ എങ്ങനെ? 5 മൈനസ് 5 ഈക്വൽ ടു 0. അടുത്തത് എങ്ങനെ വരിക? 15 മൈനസ് 5 10. അടുത്തതോ 25 മൈനസ് 5 സമം 20. അടുത്തതോ 35 മൈനസ് 5 സമം 30. അടുത്തതോ 45 മൈനസ് 5 സമം 40. ഇങ്ങനെ മിഡ് വാല്യൂയിൽ നിന്ന് അസ്യൂംഡ് മീനായ 5 കുറച്ചാൽ കിട്ടുന്നതാണ് ഡി അഥവാ ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമാറ്റിക് മീൻ കണ്ടെത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് എഫ് ഇൻറ്റു ഡി. അതായത് എഫ് ഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇൻറ്റു ഡി, ഫ്രീക്വൻസി ഇൻറ്റു ഡീവിയേഷൻ. അതായത് എഫ് കോളം ഇൻറ്റു ഡി കോളം. 2 ഇൻറ്റു 0, 3 ഇൻറ്റു 10, 8 ഇൻറ്റു 20, 2 ഇൻറ്റു 30, 5 ഇൻറ്റു 40. അത് ചെയ്താൽ കിട്ടുന്നതാണ് എഫ് ഡി. അപ്പൊ ആദ്യത്തെ 2 ഇൻറ്റു 0 എത്രയാണ്? 2 ഇൻറ്റു 0 സമം 0. 3 ഇൻറ്റു 10 സമം 30. അടുത്തതോ 8 ഇൻറ്റു 20 സമം 160. അടുത്തതോ 2 ഇൻറ്റു 30 സമം 60. അടുത്തതോ 5 ഇൻറ്റു 40 സമം 200. അപ്പോൾ എഫ് ഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എഫ് ഇൻറ്റു ഡി കോളം, ഫ്രീക്വൻസി ഇൻറ്റു ഡീവിയേഷൻ കോളം. 2 ഇൻറ്റു 0, 3 ഇൻറ്റു 10, 8 ഇൻറ്റു 20, 2 ഇൻറ്റു 30, 5 ഇൻറ്റു 40. ഇനി നമ്മളോട് പറയുന്ന നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് ഡി ആൻഡ് സിഗ്മ എഫ്. എഫ് ഡി കോളത്തിന്റെയും എഫ് കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സിഗ്മ എഫ് കോളത്തിന്റെ ടോട്ടൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം കണ്ടെത്തുന്നതിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സിഗ്മ എഫ് കണ്ടെത്തിയിട്ടുണ്ട്. 20 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കണ്ടെത്തുന്നത്? സിഗ്മ എഫ് ഡി കണ്ടെത്തണം. എഫ് ഡി കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തണം. 0 കൂട്ടണം, 30 കൂട്ടണം, 160 കൂട്ടണം, 60 കൂട്ടണം, 200. അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 450 എന്ന് കിട്ടും. 450 എന്ന് കിട്ടും. സിഗ്മ എഫ് ഡി 450 എന്ന് കിട്ടും. സിഗ്മ എഫ് ഡി നമുക്ക് എത്ര കിട്ടി? 450 എന്ന് കിട്ടും.
സിഗ്മ എഫ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, 20 നമുക്കറിയാം. ഇപ്പോൾ ഇക്വേഷനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരിട്ട് ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ പോലെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഇവിടെ എ എന്ന് പറയുന്നത് 5 5 പ്ലസ് എഫ് ഡി സിഗ്മ എഫ് ഡി 450 ഹരിക്കണം 20. അപ്പോൾ 5 പ്ലസ് 450 20 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 22.5 എന്ന് കിട്ടും. 5 പ്ലസ് 22.5 എത്രയാണ്? 27.5 എന്ന് കിട്ടും. എക്സ് ബാർ നമുക്ക് എത്ര കിട്ടി? 27.5 എന്ന് കിട്ടി. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരവും നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ 27.5 നമുക്ക് അരിത്തമാറ്റിക് മീൻ കിട്ടിയത്. അപ്പോൾ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം നമുക്ക് എക്സ് ബാർ എത്ര കിട്ടി? 27.5 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമാറ്റിക് മീൻ കണ്ടെത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.